മഹാഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന മെയ് 1, 2, 3 തീയതികളായി പറവൂർ SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ദർശനോത്സവം നടത്തുകയാണ്. മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്ത്യ അറിയപ്പെടുന്ന പ്രഭാഷകരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. 3 ദിവസവും രാവിലെ പൂജാതി കർമ്മങ്ങളോടുകൂടി ആരംഭിച്ച് പ്രഭാഷണം, അതുപോലെ തന്നെ ബിസിനസ് സെഷൻ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന ഏപ്രിൽ 30 തീയതി വൈകിട്ട് 3 മണിക്ക് പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിമര രഥ ഘോഷയാത്രയോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. പറവൂർ SNB സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതോടുകൂടി ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവങ്ങൾക്ക് തുടക്കമാവുകയാണ്. പറവൂർ SNDP യൂണിയൻ്റെ അഭിമാനമായ ഈ എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായി അറിയപ്പെടുന്ന SNV സംസ്കൃത സ്കൂളിൻ്റെ സ്ഥാപകനായ PR ശാസ്ത്രി സാറിൻ്റെ 6.5 അടി പൊക്കമുള്ള പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ദർശനോത്സവത്തിൻ്റെ മോടി കൂട്ടിക്കൊണ്ട് ഈ ദർശനോത്സവം സമാരംഭം കുറിച്ചുകൊണ്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഗുരുനിയോഗമെന്നോണം പറവൂർ SNDP യൂണിയൻ്റെ ദർശനോത്സവം നടക്കുന്ന അതേ വേളയിൽ തന്നെയാണ് SNV സ്കൂള് സ്ഥാപിച്ചിട്ട് 90 വർഷം തികയുന്നതിൻ്റെ നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കൂടി ആ മഹനീയമായ വേദിയിൽ നടക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ മികച്ച പ്രഭാഷകരെ പ്രഭാഷണം നടത്തുമ്പോൾ പൂജാതി കർമ്മങ്ങളൊക്കെ ശിവഗിരിക്കുന്നിൽ നടക്കുന്ന പൂജാതി കർമ്മങ്ങളെ അനുവർത്തിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വർഷം ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ രചിച്ച ഹോമമന്ത്രം, അതൊരു സമൂഹ ഹോമമന്ത്രാർച്ചനയായി അവിടെ എത്തുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും ആ ഹോമമന്ത്രാർച്ചനയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ, ആ ഹോമമന്ത്രാർച്ചനയിൽ നേരിട്ട് ദ്രവ്യങ്ങൾ അർപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. പറവൂർ SNDP യൂണിയൻ്റെ 72 ശാഖയിലെയും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അത് കോർത്തിണക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മുൻ വർഷത്തേക്കാൾ കൂടുതൽ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ രീതിയിൽ അവർക്ക് വരുന്നവർക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പറവൂർ SNDP യൂണിയൻ ഈ വർഷത്തെ ശ്രീനാരായണ ദർശനോത്സവം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 30 തീയതി വൈകുന്നേരം 3:30 പറവൂർ SNDP യൂണിയൻ്റെ ആസ്ഥാനത്ത് നിന്നും പുറപ്പെടുന്ന ഘോഷയാത്ര കൊടിമരം, കൊടിക്കയർ വഹിച്ചുകൊണ്ട് രഥഘോഷയാത്രയാക്കി പറവൂർ നഗരത്തെ ചുറ്റിക്കൊണ്ട് SNV സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത് ബ്രഹ്മശ്രീ സുഗതൻ തന്ത്രികൾ അവർകളാണ്. 1 തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം SNDP യോഗത്തിൻ്റെ സമാരാധ്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ നിർവഹിക്കുമ്പോൾ അതിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ RV ബാബു സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ വിവിധ വ്യക്തിത്വങ്ങൾ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നു. തൊട്ടടുത്ത ദിവസം നടക്കുന്ന സമ്മേളനത്തിൽ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഡോക്ടർ MN സോമൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ രമേഷ് D കുറുപ്പ് തുടങ്ങിയ വ്യക്തിത്വങ്ങളും SNV സ്കൂളിന് ഒരു ബസ് സംഭാവനയായിട്ട് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട MP ഹൈബി ഈഡൻ അവർകളും സംബന്ധിച്ചുകൊണ്ട് ബസ്സിൻ്റെ ഉദ്ഘാടന കർമ്മവും ആ പരിപാടിയിൽ നടത്തുന്നതാണ്. 3 തീയതി നടക്കുന്ന പ്രതിമ അനാച്ഛാദനം, PR ശാസ്ത്രി സാറിൻ്റെ പൂർണ്ണകായ വെങ്കല പ്രതിമയുടെ അനാച്ഛാദന കർമ്മം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ നിർവഹിക്കുമ്പോൾ ആ ചടങ്ങിലെ മുഖ്യാതിഥിയായിട്ട് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർകൾ പങ്കെടുക്കുന്നു. അതോടൊപ്പം കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ,
വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റ്, പറവൂർ മുനിസിപ്പാലിറ്റിയുടെയും ഏലൂർ മുനിസിപ്പാലിറ്റിയുടെയും പ്രസിഡന്റുമാർ തുടങ്ങിയ മഹനീയ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അതോടൊപ്പം മുൻകാലത്തെ അപേക്ഷിച്ച് പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരാണ്. ഒന്നാമത്തെ ദിവസം ബിജു പുളിക്കലടുത്ത്, സൗമ്യ അനിരുദ്ധൻ, സ്വാമിനി നിത്യചിന്മയി, വിശുദ്ധാനന്ദ സ്വാമികൾ, സുരേഷ് ബാബു കൂത്തുപറമ്പ് തുടങ്ങിയ ആളുകളുടെ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം കലാപരിപാടികളും കോർത്തിണക്കിക്കൊണ്ട് കാവിൽ ഉണ്ണികൃഷ്ണൻ്റെയും ഏലൂർ ബിജുവിൻ്റെയും നേതൃത്വത്തിലുള്ള സോപാന സംഗീതജ്ഞർ സോപാന സംഗീതം 30 കലാകാരന്മാരടങ്ങുന്ന സോപാന സംഗീതം അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള സാരംഗി ഭജൻസിൻ്റെ ഭജന ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം ഈ 72 ശാഖയിലെയും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും വിവിധ സമയങ്ങളിലായിട്ട് നടക്കുന്നതാണ്. നിത്യവും നൂതനവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജനങ്ങളെ കോർത്തിണക്കുന്ന ഇത്തരം ദർശനോത്സവ പരിപാടികളിലേക്ക് നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ശ്രീനാരായണീയരെയും